അത് മാത്രമല്ല, ഇതിനകത്ത് ഈ ഓർഗനൈസറുടെ ലേഖനത്തിൽ ഈ ലേഖകൻ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ശാരദ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് താങ്കൾ ഈ പറഞ്ഞ പോയിന്റ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ RSSന്റെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന രീതിയിലുള്ള വിമർശനം വന്നുവല്ലോ. ബിയോണ്ട് ദിസ് ടു സീക്ക് സ്വയം സേവക്സ് കോഓപ്പറേഷൻ ഇൻ ഇലക്ട്രൽ വർക്ക്, BJP വർക്കേഴ്സ്, ലോക്കൽ ലീഡേഴ്സ് നീഡ് ടു റീച്ച് ഔട്ട് ടു ദെയർ ഐഡിയോളജിക്കൽ അലൈസ്. ഡിഡ് ദേ? അവർ RSS സ്വയം സേവക്സിന്റെ സഹകരണം തേടിയിരുന്നോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. മൈ എക്സ്പീരിയൻസ് ആൻഡ് ഇന്ററാക്ഷൻ ടെൽസ് മീ ദേ ഡിഡിൻ. അവർ അങ്ങനെ ചെയ്തിട്ടില്ല. അവരുടെ വാസ് ഇറ്റ് ലെതാർജി, ഓവർ കോൺഫിഡൻസ്, സെൻസ് ഓഫ് കംഫർട്ട് ദാറ്റ് ആയേഗാ തോ മോദി ഹി അബ്കി ബാർ 400 പാർ. ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് RSSന്റെ സഹായം തേടാൻ അവർ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഓർഗനൈസറുടെ ലേഖനത്തിൽ പറയുന്നത്. ശ്രീ സേനാപതി വേണു, ഇപ്പോൾ RSSനെ നിങ്ങൾ പുകഴ്ത്തുകയാണല്ലോ, ഞങ്ങൾ പറഞ്ഞത് RSS പറയുന്നു എന്ന്. അല്ല, ഇവിടെ ബഹുമാന്യായ ശ്രീ മോഹൻ ഭാഗവത്തിന്റെ വാക്ക് അതൊരു ആകസ്മികമായ പ്രതികരണമോ അതല്ല കേവലം നിർദോഷമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമല്ല. അദ്ദേഹം വളരെ കരുതി കൂട്ടിക്കൊണ്ട് തന്നെ ഇന്നലെ നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം. ആ പ്രതികരണത്തിന് നിദാനമായ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല, ഒന്ന് 303 ഒന്ന് 292 ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റ്. ആ ഗവൺമെന്റിലെ വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആള് രാജ്യം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ പോവുകയാണ്. ഞങ്ങൾ 400 പാർ അല്ലെങ്കിൽ 370 സ്വന്തമായി നേടും എന്ന പ്രചരണങ്ങളൊക്കെ നടത്തിയ ആളുകൾ 240ലേക്ക് കൂപ്പുകുത്തുമ്പോൾ അത് ഏറ്റവും അധികം ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഗപ്പൂരിലെ RSSന്റെ ആസ്ഥാനത്താണ്. കാരണം ഈ 400ലേക്ക് കടക്കും എന്നുള്ള വലിയ പ്രചരണം മോദിയാണ് നടത്തുന്നത് എങ്കിലും ആ പ്രചരണത്തെ എന്താ പറഞ്ഞ രാജ്യം മുഴുവൻ എത്തിക്കുന്നതിന്റെ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ആളുകൾ ഈ RSSന്റെ താഴെത്തട്ടിലുള്ള ഇവരുടെ ഈ കാര്യവാഹകരാണ്. അപ്പൊ നിശ്ചയമായും 303-ൽ നിന്ന് മൂന്നാമത്തെ തവണയിലേക്ക് 240ലേക്ക് എത്തുമ്പോൾ ആ 240ലേക്ക് എത്താനുള്ള കാരണങ്ങൾ ഇവിടെ ശ്രീ മോഹൻ ഭാഗവത് ചൂണ്ടിക്കാണിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഞങ്ങൾ അതിനെയാണ് പിന്തുണയ്ക്കുന്നത്. അതല്ലാതെ RSSന്റെ ആശയത്തെയോ അല്ലെങ്കിൽ മോഹൻ ഭാഗവത്തിന്റെ ആശയത്തെയോ അല്ല ഞങ്ങൾ പിന്തുണച്ചത്. ഞങ്ങൾ പിന്തുണച്ചത് മോഹൻ ഭാഗവത് ഇവിടെ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞിരിക്കും. കഴിഞ്ഞ 10 കൊല്ലം ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ബഹുമാനിച്ചില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ പാർലമെന്റിലൊക്കെ ഓരോ ദിവസവും ഓരോ ബില്ലുകൾ പാസ്സാക്കുന്നത് ദോശ ചുട്ടെടുക്കുന്ന പോലെ ഒരു ചർച്ചയുമില്ലാതെ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം വേണ്ട നമ്മുടെ നാട്ടിൽ എന്നുള്ളതായിരുന്നല്ലോ ഒരു സ്ഥിതിവിശേഷം. അതാണ് ഇന്ന് മോഹൻ ഭാഗവത് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. രാജ്യത്ത് പ്രതിപക്ഷത്തിന്റെ ശബ്ദം വേണം. ആ പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേട്ടു എങ്കിൽ മാത്രമേ നമുക്ക് തിരുത്താൻ കഴിയുള്ളൂ എന്ന്. കഴിഞ്ഞ 10 കൊല്ലക്കാലം കേൾക്കാൻ തയ്യാറായില്ല, തിരുത്താൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ പാർട്ടി 303-ൽ നിന്ന് 240ലേക്ക് ചുരുങ്ങിയത് എന്ന് അദ്ദേഹം ഭംഗ്യന്തരാണ് BJPയുടെ നേതാക്കന്മാരെയും പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെയും ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ? പ്രധാന സേവകൻ അത് വിനയമുള്ളവനായിരിക്കണം, ലാളിത്യമുള്ളവനായിരിക്കണം, അതോടൊപ്പം തന്നെ എന്താ പറഞ്ഞ ജനങ്ങളോട് താല്പര്യമുള്ള ആളായിരിക്കണം. ഇവിടെ പ്രധാന സേവകൻ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ആണ് എന്നുള്ളത് മോഹൻ ഭാഗവത്തിനെ പോലുള്ള ആളുകൾക്ക് അവർക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഹൻ ഭാഗവത്തിന്റെ പ്രസ്താവന വരുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്. ഒരുപക്ഷെ അദ്ദേഹം ഈ പ്രസ്താവന ഒരു 3 മാസം മുമ്പോ അതല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പോ ആണ് നടത്തിയതെങ്കിൽ അത് BJPക്ക് കുറച്ചുകൂടി ഗുണകരമായിട്ട് വന്നേനെ എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കാരണം മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1 കൊല്ലക്കാലമായി ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെ മനസ്സിലെ ഒരു ഉത്കണ്ഠയല്ലേ, എന്തേ ഫലപ്രദമായ ഒരു നടപടി ഗവൺമെന്റ് അവിടെ ഇപ്പോൾ പോലും എടുക്കുന്നില്ല എന്നുള്ള. ഇപ്പൊ മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടു, 59 വയസ്സുള്ള ഒരുത്തനെ കഴുത്തറുത്ത് കൊന്നിരിക്കുന്നു, 2-3 പേര് വെടിയേറ്റ് ആശുപത്രിയിലേക്ക് പോകുന്നു, ഗ്രാമങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിഭജന കാലത്ത് കണ്ടതിനേക്കാൾ ഭയാനകമായ രീതിയിൽ ഇത്രയും വലിയ എന്താ പറഞ്ഞ ഈ ആധുനിക സംവിധാനം, ആർമി, മറ്റ് ഡിഫൻസ് ഫോഴ്സുകളെല്ലാം, പാരാമിലിറ്ററികളെല്ലാം ഉള്ള ഈ കാലഘട്ടത്തിൽ വിഭജന കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ കലാപങ്ങൾ നടക്കുമ്പോൾ ഒരു ഗവൺമെന്റ് അവിടെ നിഷ്ക്രിയമായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമല്ല 1 കൊല്ലമായിട്ടും അതിനൊരു ശമനവും ഉണ്ടാകുന്നില്ല എന്ന്
RSSന്റെ നേതാവ് ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അതിൽ എന്താ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടല്ലോ. ആ കൃത്യമായിട്ടുള്ള കാര്യം തിരുത്തേണ്ടത് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അത് തിരുത്തിയില്ല എങ്കിൽ ഇപ്പോഴത്തെ 240 അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും 140ലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പാണ് നിർദോഷമായിട്ടാണ് എങ്കിലും RSSന്റെ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത്. ആ മുന്നറിയിപ്പ് അത് വരാൻ പോകുന്ന കൊടുങ്കാറ്റിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആ വാണിംഗ് ആണ്, മുന്നറിയിപ്പാണ്. അത് ഏറ്റെടുക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല എങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. കാരണം പ്രതിപക്ഷത്തെ മുഖവിലക്കെടുക്കാതെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ മുഖവിലക്കെടുക്കാതെ ഒരു ഭരണപക്ഷത്തിനും മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നത് അത് ജനാധിപത്യത്തിന്റെ അന്തസ്ഥയാണ്. ഇവിടെ മോഹൻ ഭാഗവത് ജനാധിപത്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നു. കാരണം എന്താ, പ്രതിപക്ഷത്തെ അംഗീകരിക്കണം, പ്രതിപക്ഷം പറയുന്നത് കേൾക്കണം. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് യുദ്ധമല്ല, മറിച്ച് അത് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വേദിയാണ്. ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ആധുനിക എന്താ പറയുക ടെക്നോളജി ഉപയോഗിച്ച് അപവാദ പ്രചരണങ്ങളും അല്ലെങ്കിൽ അസത്യ പ്രചരണങ്ങളും വിദ്വേഷങ്ങളും നടത്തരുത്. ഇതൊക്കെ ആരായിരുന്നു നടത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ? പക്ഷെ അതിൽ ഷാബു നൽകിയ വിശദീകരണം താങ്കൾ കേട്ടുവല്ലോ. ഇത് മോദിയെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, നരേന്ദ്രമോദിയെ തിരുത്തുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ പ്രസംഗം RSS സർസംഘ് ചാലകിന്റെ എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു റെഫറൻസേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, റെഫറൻസിന്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ. ഇത് കേൾക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാകിയല്ലേ. ഇത് കേൾക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമല്ലേ ഇത് ആരെ കുറിച്ചാണ് ഇല്ലെങ്കിൽ ആരുടെ പ്രവൃത്തിയെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഇദ്ദേഹം രാഹുൽ ഗാന്ധിയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നേതാവിനെ കുറിച്ചല്ലല്ലോ, അവരെ ഒന്നും സംബന്ധിച്ച ഒരു പ്രസംഗമല്ലല്ലോ നടത്തിയത്. അതുപോലെ തന്നെ ഓർഗനൈസറുടെ ലേഖനത്തെയും അദ്ദേഹം കാണുന്നത് അതാ ലേഖകന്റെ അഭിപ്രായം എന്ന രീതിയിലാണ്. അതിൽ വിശദമായിട്ട് പേരുകൾ ഉൾപ്പെടെയാണ് പറഞ്ഞിട്ടുള്ളത്. BJPക്ക് എവിടെയൊക്കെ തെറ്റുപറ്റി, അതിൽ മഹാരാഷ്ട്രയിൽ പറ്റിയ തെറ്റുണ്ട്, RSSന്റെ സഹായം എന്തുകൊണ്ട് തേടിയില്ല, പിന്നെ RSS എന്തെല്ലാം സ്വന്തം നിലയിൽ ചെയ്തു. അത് മുൻ തെരഞ്ഞെടുപ്പുകളെ പോലെ തന്നെ ഇപ്പോൾ 2014 വലിയൊരു ക്യാമ്പയിൻ RSS നടത്തിയിരുന്നുവല്ലോ, 100% വോട്ടിംഗ് വേണം എന്നുള്ള രീതിയിൽ, അവിടെ പുതിയൊരു സർക്കാർ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ. അതിന് സമാനമായ രീതിയിൽ ഇത്തവണയും അതിൻ്റെ ഒരു കണക്കൊക്കെ പറയുന്നുണ്ട്. എത്ര ലക്ഷം യോഗങ്ങൾ, അതായത് അവരുടെ യോഗങ്ങൾ വിളിച്ചു കൂട്ടുകയുണ്ടായി, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് ഓർഗനൈസറിലെ ലേഖനം വരുന്നുണ്ട്. അത് പക്ഷേ രത്തൻ ശാരദയുടെ ഒരു ലേഖനമാണ്. അപ്പോൾ അതിനെ ലേഖകന്റെ അഭിപ്രായമായി കണ്ടാൽ മതി എന്നാണ് ഷാബു പറയുന്നത്. സേനാപതി അല്ല, ശ്രീ ഷാബു പ്രസാദിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ലേഖനം വന്നത് മാതൃഭൂമിയിലോ മംഗളത്തിലോ കേരള കൗമുദിയിലോ ഒന്നുമല്ല. ഈ ലേഖനം വന്നത് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിലാണ്. അതാണ് അതിൻ്റെ അകത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോ ആ രാഷ്ട്രീയത്തിൽ അവർ പറയുന്നത്, അവർ കൃത്യമായ മുന്നറിയിപ്പ് ശ്രീ നരേന്ദ്രമോദിക്ക് കൊടുക്കുകയാണ്. കാരണം എന്താ, ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഒരു സംശയവും വേണ്ട, അത് കുഴിയിലേക്കായിരിക്കും പോകുന്നത് എന്ന കൃത്യമായ മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പാണ് ഭാഗവത്തിന്റെ പ്രസംഗത്തിലും അതുപോലെ തന്നെ ഷാബു പ്രസാദ് അതിൽ തന്നെ താങ്കൾ പറയുന്നത് ശരിയാണ്.